ഹായ് ഫ്രണ്ട്സ്, ഷൈനി ക്രിഷ് ടാരോട്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് ആണ് നിങ്ങളെക്കുറിച്ചുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ്, കിങ് ഓഫ് വാണ്ട്സ്. Page of Cups. Justice. The Magician. Ten of Pentacles. Temperance. Eight of Wands. The Tower. ബോട്ടം വന്നിരിക്കുന്ന ഹൈ പ്രിസ്റ്റസ് ആണ്. ഫസ്റ്റ് തന്നെ നിങ്ങളുടെ വ്യക്തി എന്താണ് വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, ആ വ്യക്തി തന്നെ സ്വയം മനസ്സിലാക്കുന്നു അയാൾക്ക് നല്ല ഈഗോ ഉണ്ടെന്ന്. നല്ല ഈഗോ ഉള്ള ഞാൻ കാരണമാണ് ഈ ബന്ധത്തിൽ കുറേ പ്രോബ്ലംസ് ഉണ്ടാകുന്നത് എന്ന് അവർ ചിന്തിക്കുന്നു. ഇതുവരെ ആ വ്യക്തിയുടെ ഈഗോയും ആ വ്യക്തിയുടെ കാര്യങ്ങളായിരുന്നു, ആ വ്യക്തി പറയുന്നതുമായിരുന്നു കറക്റ്റെന്ന് വിശ്വസിച്ചിരുന്ന വ്യക്തിയായിരുന്നു. പക്ഷേ ആ വ്യക്തിയുടെ ആ ഈഗോ കാരണം നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നു, നിങ്ങളൊരു ഹാപ്പി ഫാമിലി വേണമെന്ന് ആഗ്രഹിക്കുന്ന, ലൈഫ് ലോങ് ആ വ്യക്തിയോടൊപ്പം നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ഈഗോ കാരണം നിങ്ങളുടെ സ്നേഹം മിസ്സാകുന്നു. അതുമാത്രമല്ല, ആ ഫാമിലി, സ്നേഹസമ്പന്നമായ ഫാമിലി ലൈഫ് നഷ്ടപ്പെടുന്നു എന്നൊക്കെ ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നു. ആ വ്യക്തിക്ക് ഒരുപാട് സ്നേഹവും ഇഷ്ടമൊക്കെ നിങ്ങളോടൊപ്പം ഉണ്ട്. പക്ഷേ ഈഗോ കാരണം അതൊന്നും നിങ്ങളോട് അവർ എക്സ്പ്രസ് ചെയ്യുന്നില്ല. അത് തന്നെയാണ് നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾക്കും നിങ്ങളുടെ ആ ഹാപ്പി ഫാമിലിക്കും ഉള്ള തടസ്സമെന്ന് ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത്. ആ വ്യക്തി അതുകൊണ്ട് തന്നെ ആ ഈഗോ എല്ലാം മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. കാരണം ആ വ്യക്തിക്ക് അത്രയും അങ്ങനെ അതൊരു ഭയങ്കര ഒരു ശീലമായി. അത് കുറേ വർഷങ്ങളായിട്ട് ചിലർക്ക് അങ്ങനത്തെ ക്യാരക്ടറിൽ തന്നെ ഇരുന്ന് ജീവിക്കുന്ന വ്യക്തികളായിരിക്കാം. കുറച്ച് പേർക്ക് കുറച്ച് ദിവസമായാൽ പോലും ആ വ്യക്തിക്ക് അത് വിടാൻ കഴിയുന്നില്ല. വീണ്ടും ആ വ്യക്തി പരിശ്രമിക്കുന്നുണ്ട്. കാരണം ഇവിടെ പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്, മനസ്സ് നിറയെ സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നിങ്ങളോടൊപ്പം ഒരു ന്യൂ ബിഗിനിങ്സ് ആഗ്രഹിക്കുന്നു. നിങ്ങളോടൊപ്പം എത്ര ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആ വ്യക്തിയുടെ ഈഗോ കാരണമായിരിക്കും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ആ വ്യക്തി ഒന്നും എക്സ്പ്രസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ കുറേ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ നടക്കുന്നത് കൊണ്ട് തന്നെ ആ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോടൊപ്പം ഒരു തൻ്റെ സ്നേഹം പുറത്ത് കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോടൊപ്പം നല്ല രീതിയിൽ സ്നേഹിച്ച് ഒത്തൊരുമയായിട്ട് നല്ല രീതിയിലൊരു ന്യൂ ബിഗിനിങ്സ് ഉണ്ടാകണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. ആ വ്യക്തി തന്നെയാണ് ആ സ്നേഹത്തെ കാലിലിട്ട് ചവിട്ടി അരച്ചതെന്ന് ആ വ്യക്തി തന്നെ ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത്. അതുമാത്രമല്ല, ഇവിടെ ജസ്റ്റിസ് വന്നിട്ടുണ്ട്. അവർ നിങ്ങളോട് ന്യായം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കൊരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ഇതുവരെ ആ വ്യക്തി തന്നിട്ടില്ല എന്നും ചിന്തിക്കുന്നു. നിങ്ങൾക്കൊരു പ്രയോറിറ്റി തന്നിട്ടില്ല, നിങ്ങളെ വിശ്വസിച്ചിട്ടില്ല. നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും ആ വ്യക്തി ആ വ്യക്തിയുടെ ബുദ്ധിയിലോട്ട് അങ്ങോട്ട് മണ്ടയിലോട്ട് എടുക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യാതെ നിങ്ങളെ എപ്പോഴും ഒന്ന് കോർണർ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു. എപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ പോലും എപ്പോഴും നിങ്ങളെ അതിലൊരു തെറ്റുകാരാക്കാൻ ശ്രമിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങളോട് ന്യായം ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. വീണ്ടും ദ മജീഷ്യൻ വന്നിട്ടുണ്ട്. വീണ്ടും അവർ നിങ്ങളോടൊപ്പം ന്യൂ സ്റ്റാർട്ടിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. വീണ്ടും പേജ് ഓഫ് കപ്സും അതാണ് പറയുന്നത്. ന്യൂ ബിഗിനിങ്സ് വേണം. ഇങ്ങനെ ഇൻ ആൻഡ് ഔട്ടായിട്ട് നിൽക്കുന്നത് മാറി നിങ്ങൾ തമ്മിലൊരു നല്ല രീതിയിൽ സ്മൂത്തായിട്ട് പോകുന്ന രീതിയിൽ നടക്കണം എല്ലാ കാര്യങ്ങളും. അങ്ങനെ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നു, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളോടൊപ്പം ഉള്ള അങ്ങനെ ഒരു ലൈഫ് വേണമെന്ന് അവർ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഒരു മാജിക്ക് നടന്നെങ്കിൽ എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ടവർ വന്നിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ എന്തോ ഒരു എൻഡിങ് വന്നിട്ടുണ്ട്. എൻഡിങ് അല്ലെങ്കിൽ അത് ഇതുവരെ കുറേ സ്നേഹമായിട്ട് പോയിരുന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ അകൽച്ച അല്ലെങ്കിൽ എന്തായാലും ആ ഒരു ബോണ്ടൊന്ന് നഷ്ടമായി. കുറച്ച് പേർക്കൊക്കെ ശരിക്കും ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സുകൊണ്ട് അകന്നു പോയിട്ടുണ്ടാവും ഒരുപാട്. കുറച്ച് പേരൊക്കെ ഒന്നായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ പോലും മനസ്സുകൊണ്ട് ഒരു അകൽച്ച അല്ലെങ്കിൽ ഒരു
സെപ്പറേഷൻ തന്നെ വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു മാജിക്ക് നടക്കണം, നിങ്ങൾ തമ്മിൽ ഒന്നിക്കണം, പഴയതുപോലെ സ്നേഹമായിട്ട് നല്ല രീതിയിൽ മുൻപോട്ട് പോകണം എന്നവർ ആഗ്രഹിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഇവിടെ 8 ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്. അവർ നിങ്ങൾക്കൊരു ഓഫർ തന്ന് നിങ്ങളെ കൂടെ നിർത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ഈ ബ്രേക്കപ്പ് പിരിഞ്ഞൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ അവർ നിങ്ങളെ കാണാൻ വരണമെന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ബ്ലോക്ക് ചെയ്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളെ വിളിക്കണം, സംസാരിക്കണം എന്നവർ ആഗ്രഹിക്കുന്നു. കാരണം അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ആ ടവർ ആയതുകൊണ്ട് തന്നെ ഇതിനി മൊത്തത്തിൽ എൻഡായി പോകുമെന്ന് പറഞ്ഞും അവർ വ്യാകുലപ്പെടുന്നുണ്ട്. കുറച്ച് പേർക്കൊക്കെ നിങ്ങൾ തമ്മിൽ ഒന്നായിട്ട് എവിടെയെങ്കിലും യാത്ര പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. കാരണം നമ്മൾ ഇത്രയും ഒരു പ്രശ്നങ്ങൾ അകൽച്ചയൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഒന്നായിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ ഈ അകൽച്ചയും ഈ സങ്കടവും ഈ മനസ്സൊക്കെ ഒന്ന് മാറാൻ സാധ്യത ഉണ്ട് എന്നവർ ചിന്തിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളെ വിളിച്ച് നിങ്ങളെ കൂട്ടി പുറത്തൊക്കെ പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ടെമ്പറൻസ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാലൻസ് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ആൾറെഡി ഞാൻ ഇവിടെ പറഞ്ഞു ജസ്റ്റിസ്. നിങ്ങളോട് ന്യായം അവർ ചെയ്തിട്ടില്ല, നിങ്ങളോട് ന്യായമായിട്ട് നിന്നിട്ടില്ല, നിങ്ങളെ ഒരുപാട് വഞ്ചിച്ചിട്ടുണ്ട് എന്നൊക്കെ അവർ ഒരുപാട് ദുഃഖിക്കുന്ന ഒരു ഇതാണ്. എപ്പോഴും നമ്മൾ ഒരു ന്യായം ചെയ്തില്ല എന്ന് പറയണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബാക്ക് സ്റ്റാബ് അല്ലെങ്കിൽ നിങ്ങളെ മറച്ചു വെച്ച് പല കാര്യങ്ങൾ ചെയ്യുക, അതെല്ലാം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അതും കുറച്ച് പേർക്കൊക്കെ അതൊരു കാരണമായിരിക്കാം നിങ്ങൾ തമ്മിൽ ഒരു എൻഡിങ് വരാൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു ബാലൻസ് കൊണ്ടുവരണം. ഇങ്ങനെ വന്നും പോയും വഴക്കടിച്ചും വീണ്ടും ഒന്നാവും, വീണ്ടും വഴക്കടിക്കും, ഇങ്ങനെ 5-6 ദിവസം ഇരിക്കും. ഇതെല്ലാം മാറി നിങ്ങൾ തമ്മിൽ സ്മൂത്തായിട്ട് ഒരു ബാലൻസ്ഡ് ലൈഫ് കൊണ്ടുപോകണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നു. കാരണം ഇവിടെ 10 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അവർ ഒരുപാട് സ്വപ്നം കാണുന്നുണ്ട്, ആഗ്രഹിക്കുന്നു ഒരുപാട് ഹാപ്പി ഫാമിലി വേണമെന്ന്. കാരണം എപ്പോഴും പ്രശ്നങ്ങളും വഴക്കും ഇങ്ങനെ ഓൺ ആൻഡ് ഓഫ് കണ്ടീഷനിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ഒത്തൊരുമയായിട്ട് എല്ലാവരും ചേർന്ന് എല്ലാം സഹകരിച്ച് അങ്ങനെ ഒരു നല്ല മനസ്സായിട്ടും നല്ല സ്നേഹത്തോടെയും പോകണം, അതിനുവേണ്ടി പ്രയത്നിക്കണം എന്നൊക്കെ അതിനുവേണ്ടി പ്രത്യേകിച്ച് അവരുടെ ഈഗോ വിട്ടിട്ട് മാറണം, ഈഗോയിൽ നിന്ന് പുറത്ത് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ബോട്ടത്തിൽ ഹൈ പ്രിസ്റ്റസ് വന്നിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് സ്പിരിച്വലി ഒക്കെ മുന്നേറുന്നുണ്ടാവാം. ആത്മീയപരമായൊക്കെ നിങ്ങൾ ഈശ്വര പ്രാർത്ഥന, കുറച്ചൊരൊക്കെ അമ്പലത്തിലൊക്കെ പോകുന്നത് അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നത് അങ്ങനെയൊക്കെ നിങ്ങൾ കുറച്ച് പോകുന്ന വ്യക്തികളുണ്ടാവും. അതുമാത്രമല്ല നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് നന്നായിട്ട് വർക്കാകുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നൊക്കെ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതായത് അവർ മറച്ചു വെച്ച് നിങ്ങൾ ഒരിക്കലും അറിയില്ലെന്ന് ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾ കറക്റ്റായിട്ട് കണ്ടുപിടിക്കും. അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളങ്ങനെ സ്വയം ചിന്തിച്ച് അവരോട് ചോദിക്കുമ്പോൾ അത് ചിലപ്പോൾ കറക്റ്റാകും. അങ്ങനെയും ചില സിറ്റുവേഷൻസൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകും. എന്തായാലും അവർ ചിന്തിക്കുന്നത് നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നു. അവരുടെ കള്ളത്തരങ്ങളും അല്ല അവരുടെ ഈഗോ ആയാലും എല്ലാം നിങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു എന്നും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. ഇവിടെ 6 ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. അതായത് നിങ്ങളോട് പല കാര്യങ്ങളും അവർ ഷെയർ ചെയ്തിട്ടില്ല. അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളായാലും അവരുടെ സ്നേഹമായാലും അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർക്കെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒന്നായിട്ട് ഇരുന്നാൽ പോലും അവരുടേതായ കാര്യങ്ങളെന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ നിങ്ങളെ മറച്ചു വെച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളോട് പല കാര്യങ്ങളും ഷെയർ ചെയ്യുന്നില്ല. അതും നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ പ്രശ്നങ്ങൾ വരാൻ ഒരു കാരണമാണെന്ന് അവർ ചിന്തിക്കുന്നു. അതുമാത്രമല്ല നിങ്ങൾക്കൊരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്കും അവർ തന്നിട്ടില്ല. എപ്പോഴും നിങ്ങളെ വെറും ഒരു താഴെ വച്ച് സംസാരിക്കുക, എടുത്തടിച്ച് അങ്ങനെ സംസാരിക്കുന്നത്, അത് നിങ്ങൾക്ക് ഒരുപാട് വേദന ഉണ്ടാക്കി നിങ്ങൾ മാറിപ്പോകുന്നത്, ഇതൊക്കെ അവർ ഇതിനെക്കുറിച്ചൊക്കെ അവർ ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത്. ഇനി ഏഞ്ചൽസ് നിങ്ങൾക്ക് എന്ത് ഗൈഡൻസാണ് നൽകുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഡെക്ക് എടുത്തിട്ട് കുറേ ദിവസമായി. അപ്പോൾ ഞാൻ ഇന്ന് ഏഞ്ചൽസിനോട് നിങ്ങളുടെ ബന്ധത്തിൽ എന്ത് ഗൈഡൻസാണ് നൽകുന്നതെന്ന് നോക്കാം. വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ്. ഓക്കെ, പെർഫെക്റ്റ് ടൈമിംഗ്. ഓക്കെ, മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ്. 2 കാർഡ് വന്നിട്ടുണ്ട്. ഇൻ ദ നിയർ ഫ്യൂച്ചർ. ടൈമിങ്ങിനെ കുറിച്ച് വീണ്ടും വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. നിങ്ങൾ തമ്മിൽ റീയൂണിയന് വേണ്ടിയോ നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹമോ മാനിഫെസ്റ്റോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ബന്ധത്തിന് വേണ്ടി തന്നെ അത് ചില ആഴ്ചകൾക്കുള്ളിൽ തന്നെ അത് നടക്കും എന്നാണ് കാണുന്നത്. അത് മാത്രമല്ല ഇവിടെ പെർഫെക്റ്റ് ടൈമിംഗ് എന്നും വന്നിരുന്നു. ഇത് നിങ്ങൾക്കുള്ള ഒരു പെർഫെക്റ്റ് ടൈമിംഗ് ആണ്. പെർഫെക്റ്റ് ടൈമിംഗ് എന്ന് പറയുമ്പോൾ ആ വ്യക്തിയിൽ തന്നെ എൻ്റെ ഈഗോയെ ആ വ്യക്തിയെക്കുറിച്ച് സ്വയം ആ വ്യക്തിയുടെ തെറ്റുകൾ മനസ്സിലാക്കുന്നെങ്കിൽ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ന്യായം കിട്ടും. അതിനുള്ള പെർഫെക്റ്റ് ടൈമിംഗ് ആയി എന്നാണ്
ഇവിടെ പറയുന്നത്. അത് മാത്രമല്ല മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ് വന്നിട്ടുണ്ട്. നിങ്ങളോട് എന്തെങ്കിലും കുറച്ച് മെഡിറ്റേഷനൊക്കെ ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾ ഒരുപാട് ദുഃഖത്തിലും വേദനയിലൊക്കെ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ കുറച്ച് ഒരു 5 മിനിറ്റ്സ് എങ്കിലും ഡെയിലി, കുറഞ്ഞതൊരു 5 മിനിറ്റ്സ്, ഒരു 10 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ ഒന്ന് സഹായിക്കും. അതുമാത്രമല്ല നിങ്ങൾക്കുള്ള ആൻസേഴ്സ്, നിങ്ങൾ കുറേ ഡൗട്ട്സും ഒക്കെ ഇങ്ങനെ വച്ച് ഒരുപാട് ഇങ്ങനെ ഡൗട്ടിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ അതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അല്ല നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏഞ്ചൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. അതുമാത്രമല്ല വീണ്ടും ടൈമിംഗ് 3 കാർഡാണ് ടൈമിംഗ് ഇൻ ദ നിയർ ഫ്യൂച്ചർ. ഈ അടുത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം സഫലമാകും, നിങ്ങൾ വച്ചിരിക്കുന്ന മാനിഫെസ്റ്റേഷൻ നടക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.